ഒരുപക്ഷെ ഫൈൻഡിങ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനലിറ്റിക്സ് ഇതിൻ്റെ എല്ലാം ഒരു വിവരണം ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ ഒരുപക്ഷെ ഫോക്കസ് ചെലുത്തുന്ന തരത്തിലേക്ക് ഒരു പ്രാപ്തി വ്യക്തമാക്കുന്നുണ്ട് RG ബയോടെക്സ്. അപ്പോൾ അതിലേക്ക് എൻ്റെ ഒരു പങ്കുചേരൽ എന്താണോ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ അതതിൻ്റെ പരമാവധി ചെയ്യും എന്ന് ഞാൻ അവരെല്ലാം അറിയിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കാണാൻ വേണ്ടി വന്നു, ഒരുപാട് മനസ്സിലാക്കി, അതിലും വലിയ സന്തോഷത്തോടെ ഇവിടെ നിന്ന് വീണ്ടും വരാനായി പോകുന്നു. താങ്ക് യു. അല്ല, ഉണ്ടായി. അത് ഞാൻ അതിന് ഒരു 10 ദിവസം മുമ്പ്, എനിക്ക് തോന്നുന്നു ജൂലൈ 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, സെൻറ് മേരീസിൽ വന്നതെന്ന് എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലുണ്ടായിരുന്നു. മാനുവൽ സ്കാവഞ്ചിങ് അത് 2018 നമ്മൾ ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ. 17-ലോ 18-ലോ മാനുവൽ സ്കാവഞ്ചിങ് ബാൻ ചെയ്തുകൊണ്ടുള്ള ബില്ല് പാസ്സായതാണ്, അമെൻമെൻറ്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് സംഭവിച്ചപ്പോൾ സാങ്കേതിക വിദ്യയുടെയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഓതിക്കൊടുത്ത മാർഗമോ നമുക്ക് പുട്ട് ഇൻ പ്ലേസ് എന്ന് പറയുന്നത് സാധ്യമാക്കാൻ പറ്റാത്തതിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷേ ഒരു രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയ എനിക്കിപ്പോൾ നേരിടാൻ ഞാൻ തയ്യാറല്ല. എല്ലാറ്റിനും നമുക്ക് പോംവഴിയാണ് വേണ്ടത്. എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നത് ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രം ഈ മുറവിളി അവിടം വരെ പോലും എത്തുന്നില്ല. അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊരു മറുനടപടി ഉണ്ടാവണം, മറുനടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോഴ്സ്മെൻറ്റ് അതിൻ്റെ സാങ്കേതിക കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ, അതല്ല നാളെ വൈകുന്നേരമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ തൃശ്ശൂരേക്ക് നാളെ ഉച്ചയ്ക്ക് പോകുന്നില്ല. നിന്ന് അതിൻ്റെ ഒരു പരിണിത ഫലം അറിഞ്ഞിട്ട് ഞാൻ ശ്രീ ജോയുടെ വീട്ടിലേക്ക് പോയി അവിടെ വച്ച് അത് പറയും. അത് ഒരു ഗുണകരമായ ഒരു മുന്നീക്കമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോഴ്സ്മെൻറ്റ് അല്ല ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാതാവരുത് എന്ന് പറയുന്ന പ്രാർത്ഥനയാണെന്നുള്ളത്. ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയ ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കും. മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ 2 ദിവസം രോഗി കുടുങ്ങിക്കിടന്നിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് 2ാമത്തെ ദിവസം വരുമ്പോഴാണ് അറിയുന്നത്. അത് വലിയൊരു പാളിച്ചയല്ലേ സംഭവിച്ചത്. അപ്പോൾ നമ്പർ 1 കേരളം എന്നൊക്കെ ഈ ആരോഗ്യരംഗത്ത് പറയുമ്പോഴും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ അടുത്താണ് ഒരാൾ പാമ്പ് കടിയും ആശുപത്രി നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വീട്ടിൽ ലിഫ്റ്റ് കുടുങ്ങേണ്ടി വന്നു, താഴെ പോകുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിന്? അല്ല, എല്ലാം വിമർശനവും ആരോപണശരവും പിന്നെ അതെടുത്ത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യലും പറയുന്നതിലെ നന്മ വിലയിരുത്തപ്പെടാതെ പോവുകയും അതിൻ്റെ മൂല്യം നശിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയണോ? പറയാതിരിക്കുന്നതല്ലേ നല്ല. എല്ലാം ശരിയാവട്ടെ, ജനങ്ങളെല്ലാം ശരിയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കും. സാർ, അതെ, ഒറ്റ കാര്യം കൂടെ. ഈ കർണാടകയിലെ അങ്കോലയിലുണ്ടായ മണ്ണിടിച്ചില് 4 ദിവസമായിട്ട് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാവുന്നില്ലെന്ന് പറയുന്നു. അപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കർണാടക സർക്കാരുമായിട്ട് എന്തെങ്കിലും സംയോജിതമായിട്ട് എന്തെങ്കിലും നടപടികളിലേക്ക്? അല്ല, ഇതാ പറഞ്ഞ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമുണ്ട് നമുക്ക്. അത് വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാ വിഷയത്തിലും വിമർശനങ്ങളും ആരോപണങ്ങളുമാണ്. ജനങ്ങളെല്ലാം ശരിയാക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പങ്കുവച്ചത്.